ഹായ് ഫ്രണ്ട്സ്, മേപ്പിൾ ലീഫ് ആൻഡ് വെള്ളക്കട്ടിയിലേക്ക് സ്വാഗതം. ഞാൻ നിൽക്കുന്നത് കാനഡയിലെ ഫ്രാൻസിലാണ്. കാറിന് പോയാൽ ഒരു ദിവസത്തെ യാത്രയുള്ളത് കൊണ്ട് നേരത്തെ ഹോട്ടലിൽ മുറി ബുക്ക് ചെയ്ത് ചെന്ന് അവിടെ താമസിച്ചു. ഹോട്ടലിലെ സൗകര്യങ്ങളൊന്നും വേറെ തന്നെയാണ്. മോൺട്രിയലിലെ ഏറ്റവും പ്രധാന വിനോദം ജൈന്റ് വീലിൽ കയറുക എന്നതാണ്. ജൈന്റ് വീലിൽ കയറി ആദ്യം മോൺട്രിയൽ മൊത്തം നമുക്ക് കാണാൻ സാധിക്കും. ഞങ്ങളും ജൈന്റ് വീലിൽ കയറാമെന്ന് തീരുമാനിച്ചു. പോകുന്ന വഴിയിൽ കുട്ടികൾക്കായി പല ആക്ടിവിറ്റീസും ഉണ്ട്. അവധിക്കാലവും സമ്മറും ഒക്കെ അല്ലേ, കുട്ടികളെ കൂട്ടി വന്ന് എല്ലാവരും എൻജോയ് ചെയ്യുന്നു. ധാരാളം ചെറിയ ബോട്ടുകൾ കിടക്കുന്നു. 2, 3, 4 പേർക്ക് 2 പേർക്കൊക്കെ ഒരുമിച്ചിരുന്ന് ബോട്ട് തുഴഞ്ഞു പോകാം. രാവിലെ തന്നെ എത്തിയത് കൊണ്ട് തിരക്ക് കുറവാണ്. അതുപോലെ കുട്ടികൾക്കായി ചെറിയ ട്രെയിൻ ഉണ്ട്. കുട്ടികളുള്ളവർക്ക് കൂടെ കയറാം. എല്ലാവരും അങ്ങനെ എൻജോയ് ചെയ്യുന്നു. കുട്ടികളുള്ളപ്പോൾ മാതാപിതാക്കളും എൻജോയ് ചെയ്യുന്നു. അവിടെ കൂടി കറങ്ങി നടന്ന് കാഴ്ചകളൊക്കെ കണ്ടു. ജൈന്റ് വീലിൽ കയറാൻ ടിക്കറ്റ് കിട്ടി. ടിക്കറ്റ് എടുത്ത് ക്യൂ നിന്നു. നമ്മുടെ വീഗാലാൻഡിലെ ജൈന്റ് വീലിൽ കയറിയാൽ എന്തൊരു സ്പീഡാണ്! അത്രയും സ്പീഡൊന്നും ഈ ജൈന്റ് വീലിന് ഇല്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ കയറിയത്. ഇവിടെ ചില്ലുകൂടിനകത്താണ് നമ്മൾ കയറുന്നത്. സ്പീഡും ഇല്ല. 8 പേർക്ക് ഒരെണ്ണത്തിൽ ഇരിക്കാം. മോൺട്രിയൽ മുഴുവൻ കാണാൻ എന്ത് ഭംഗി! 4 പ്രാവശ്യമെങ്കിലും നമ്മെ കറക്കി എല്ലായിടവും കാണിക്കും. 10 പ്രാവശ്യം കറക്കിയാലും കുഴപ്പമില്ല എന്ന് കയറിയപ്പോഴാണ് മനസ്സിലായത്. പിന്നെ തൊട്ടപ്പുറത്തായി നീലയും വെള്ളയും നിറത്തില് സർക്കസ് കൂടാരം കാണുന്നില്ലേ? സർക്കസ് കാണണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. അത് 5 മണിക്ക് മുതലേ സർക്കസ് ആരംഭിക്കുകയുള്ളൂ. ഒരു ദിവസത്തെ പ്ലാനും കാറിലും ഒക്കെ ആയിരുന്നതുകൊണ്ട് സർക്കസ് കാണുന്നത് മാറ്റിവെച്ചു. ഇനിയും വരാമല്ലോ. ഇനി ഫ്രാൻസിന്റെ അതേ മോഡലിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു സിറ്റിയിലേക്കാണ് യാത്ര. ടൂറിസ്റ്റുകൾ ധാരാളം. തിരക്ക് കാരണം വഴി അറിയാൻ തന്നെ വിഷമം. എല്ലായിടത്തും ഓപ്പണിൽ ഫുഡും കിട്ടും. എന്ത് വേണമെങ്കിലും നമുക്ക് വാങ്ങിക്കാനും സാധിക്കും. കണ്ടു കഴിഞ്ഞാൽ വാങ്ങിക്കാൻ തന്നെ തോന്നുന്ന പോലെയുള്ള വെറൈറ്റി ഐറ്റംസ്. അതാ തൊട്ടടുത്തായി നോട്ടർഡാം ദേവാലയം. നോട്ടർഡാം ദേവാലയത്തിന്റെ വലിപ്പവും അതിന്റെ ഫ്രണ്ട് വശവും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ എന്ത് രസമാണെന്നറിയാവോ? അത് കണ്ടു തന്നെ കുറെ സമയം ചെലവഴിച്ചു. വിക്ടർ ഹ്യൂഗോയുടെ പ്രശസ്തമായ നോവലാണല്ലോ നോട്ടർഡാമിലെ കൂനൻ. അത് ചെറുപ്പത്തിൽ വായിച്ചിരുന്നു. വായിക്കേണ്ട ബുക്കാണ് കേട്ടോ. മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തതാണ് ഞാൻ വായിച്ചത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്
ടൂറിസ്റ്റുകൾ എത്തിയിട്ടുണ്ട്. നേരത്തെ ബുക്ക് ചെയ്ത് വന്നവർക്ക് പ്രത്യേക പ്രവേശന കവാടമാണ്. എല്ലാവരും ക്യൂ നിൽക്കുന്നു. അപ്പോൾ തന്നെ ടിക്കറ്റ് എടുത്ത് കയറാം. ഞങ്ങൾ അങ്ങനെ തന്നെ കയറുകയാണ്. നമുക്ക് ദേവാലയത്തിൽ കയറി പ്രാർത്ഥിക്കാം. ഇവിടെ ജാതി മത വ്യത്യാസമില്ല. എല്ലാവരും ടിക്കറ്റ് എടുത്ത് കയറുന്നു, പ്രാർത്ഥിക്കുന്നു, കാണുന്നു, വീഡിയോ പിടിക്കുന്നു. അങ്ങനെയാണ് ഇവിടുത്തെ രീതി. മോൺട്രിയൽ യാത്രയുടെ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.